ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുഞ്ഞുകുട്ടനൊക്കെ ആയിട്ടൊന്ന് കറങ്ങാനൊക്കെ പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവും. കാരണം രണ്ട് പേരും ഉണ്ടിട്ട് അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ മുറിക്കകത്ത് തന്നെ ഇരുന്ന് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം പുറത്തിറങ്ങാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പേടി കേട്ടോ. അതുകൊണ്ട് കഥയൊക്കെ അടച്ച് പൂട്ടിയിട്ടിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുക. അപ്പോൾ അതെന്നാന്നൊക്കെ ഞാൻ പറയാവേ. കുഞ്ഞിനെക്കുട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടൊക്കെ പറയാം കേട്ടോ. കുഞ്ഞിനെക്കുട്ടനെയും കൊണ്ട് ഇന്ന് പുറത്തു പോകാമെന്നൊക്കെ വിചാരിച്ചു. കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ പോകുന്നതാണ്. എന്നാലും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേ കുറേ ദിവസം ഇങ്ങനെ പോകാതെയൊക്കെ ഇരുന്ന് കഴിയുമ്പം എനിക്കും എന്തോ പോലെ കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിനെ കൊണ്ട് അച്ഛനോട് പറഞ്ഞു, എവിടെയെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകും, എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ തൊട്ടടുത്താണല്ലോ നമ്മുടെ മൂന്നാർ, നമുക്ക് അതല്ലാതെ വേറൊരു സ്ഥലമില്ല. ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ മിക്കപ്പോഴും അങ്ങോട്ടൊക്കെ ആട്ടോ പോകുന്നത്. തമ്പുരാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടക്കേടായിരുന്നു, എപ്പോഴും ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, വേറെ സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ വേറെ സ്ഥലത്തേക്കൊന്നും പോയൊന്നുമില്ല. കാരണം കുഞ്ഞിനെ കൊണ്ട് ജലദോഷവും പനിയൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ലോങ് ട്രിപ്പൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഞാൻ വെറുതെ ഇങ്ങനെ അവനോട് പറഞ്ഞു, കുഞ്ഞിനെക്കൂട്ട നമുക്ക് ടാറ്റ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ആദ്യം നല്ല വെയിലായതുകൊണ്ടേ എന്നാൽ പിന്നെ പോകണ്ടാന്ന് വെച്ചു. പക്ഷെ പിന്നെ അവനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല കേട്ടോ. ടാറ്റ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അവന് എന്താണെങ്കിലും സമ്മതിക്കത്തില്ല. പിന്നെ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ പിന്നെ പോയേക്കാന്നൊക്കെ വെച്ചിട്ട് പോയതാട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നേ. തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പിൻ്റെ ഒരു അംശം പോലും ഇല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ ചെന്നിട്ടൊന്നും രാവിലെ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളൊരു ഉച്ചയായ സമയത്തൊക്കെ ആയിട്ട് പോയത്, ഉച്ച ആവാറായപ്പോഴൊക്കെ പോയത്. ശരിക്കും നമ്മൾ നമ്മുടെ വീട് പണിയുടെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകാനിരുന്ന കേട്ടോ ശരിക്കും. പക്ഷെ നമ്മൾ പോയപ്പോൾ പിന്നെ എന്നാൽ തിരിച്ചു വരുമ്പോൾ അവിടെ കയറി അവിടെയൊക്കെ കണ്ടിട്ട് വരാം. അവിടെ ടൈലിടലൊക്കെ ഏകദേശമൊക്കെ കഴിയാറായി. ഇപ്പോൾ ടൈലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കില്ല കേട്ടോ. കുഞ്ഞു വീടാണേ, പക്ഷെ പണിക്കാർ വരാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഇട്ടൊക്കെ തീരും. ഒരു ഒറ്റ ആഴ്ച ഒന്ന് അടുപ്പിച്ച് അവരൊന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇട്ടൊക്കെ തീർന്നേനായിരുന്നു. പക്ഷേ അവർ എന്താണെന്നറിയില്ല, ഭയങ്കര ലാഗിങ്ങാണ് പണിക്കാർ. നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, ഇന്ന് പോകാൻ നാളെ പോകാമെന്നൊക്കെ. പക്ഷേ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ, എന്താവുമെന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സാണെന്ന് തോന്നുന്നു. അത് തന്നെയാണിത്. ഞാൻ വീഡിയോയിലായിട്ട് ഇപ്പോൾ KSRTCന്ന് കണ്ടത്. കാരണം ഞാനിതിങ്ങനെ ഫോണിൽ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു ഇവിടെ മൂന്നാറിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതിലത് പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് നോക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെക്കുട്ടനെ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ അവിടെ ഇരുന്ന് അവർ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനെക്കുട്ടനാണെങ്കിൽ ഐസ്ക്രീം കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടേ അവന് ഐസ്ക്രീം ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജലദോഷമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ വീണ്ടും ഈ ചൂടത്ത് പിന്നെ തണുപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ്റിയില്ലെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിനെക്കൊണ്ട് അച്ഛൻ പോയിട്ട് അവന് പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പക്ഷേ പോപ്കോൺ അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം ഒന്ന് കൊടുത്തു. പക്ഷേ അത് പതുക്കെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ നന്നായിട്ട് സ്പീഡിലൊക്കെ കഴിക്കണേ ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ. ഇതിനാണ് ഒരുമാതിരി വൃത്തികെട്ട ചൊവയായിരുന്നു. സാധാരണ ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് കിട്ടുന്ന പോപ്കോണിൻ്റെ ഒരു ചൊവയല്ലേ, വേറെ എന്തൊക്കെയോ ഫ്ലേവറൊക്കെ ചേർത്തിട്ടുള്ള പോപ്കോൺ ആയിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവന് ഇഷ്ടപ്പെടാത്തത്. എനിക്കിഷ്ടമുള്ള ഫുഡ് തന്നെ കേട്ടോ കുഞ്ഞിനെ കൂടിനും ഇഷ്ടം. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എനിക്കിഷ്ടമില്ലാതെ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവനും അതിനോട് എതിർക്കും കേട്ടോ. ഞങ്ങളുടെ ടേസ്റ്റുകൾ ഒരേപോലെ ആണെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എന്ത് കണ്ടാലും കേട്ട് വരാൻ വരും. പക്ഷേ ഫുഡ് കഴിക്കണത് ആൾക്ക് ഭയങ്കര മടിയാണ്. എനിക്കാണെങ്കിൽ രാവിലെ ആണെങ്കിൽ പ്രാന്ത് കയറും കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് വന്നിട്ട് കുപ്പിക്കകത്തൊക്കെ ആക്കി അല്ലെങ്കിൽ പാത്രത്തിലാക്കി ഏതെങ്കിലും വിധേന കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് വായും തുറക്കത്തിലിരുന്ന് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ തമ്പുരു വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തു. അതിൻ്റെ ഒരു എതിർപ്പാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. തമ്പുരുവിന് ഒട്ടും ഇഷ്ടമല്ല വീഡിയോയിൽ വരാനായിട്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം വരുമായിരിക്കും. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, തമ്പുരു എവിടെയാണ്, തമ്പുരുവിനെ കാണുന്നില്ലോ വീഡിയോയിൽ നിന്നൊന്നും. എന്താണെന്നറിയില്ല, എന്താ പറയുക, അവരുടെ ചോയ്സല്ലേ അതല്ലേ. ഇപ്പോൾ കുഞ്ഞിനെക്കൂട്ടനും വളർന്ന് വലുതായി വരുമ്പോൾ അമ്മേ എൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും എടുക്കൂല കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെക്കൂട്ടൻ്റെ ഇഷ്ടം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് പറയാൻ പറ്റില്ല. അവന് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഇഷ്ടമല്ലെന്നോ ഒന്നും. അവന് ഇഷ്ടമല്ലായക അവൻ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കാറില്ല കേട്ടോ. അതെനിക്ക് മനസ്സിലാവാറുണ്ട് ചില സമയത്തെ. അവനെന്തേലും അവനൊരു ഇഷ്ടക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കാറില്ല. പിന്നെ അവനെ എതിർക്കാറില്ല. ഇപ്പം കണ്ടോ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വലുതായി കഴിയുമ്പോൾ അവന് വേണ്ടാന്ന് പറയുന്നെങ്കിൽ നമ്മൾ എടുക്കൂല. അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെക്കൂട്ടനെ കാണണമല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ കുഞ്ഞിനെക്കൂട്ടനാണല്ലോ നമ്മുടെ രാജാവ്, നിങ്ങളുടെയും രാജാവ് അല്ലേ. അപ്പോൾ അവൻ എന്താണെങ്കിലും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തും. പിന്നെ കുഞ്ഞിനെക്കൂട്ടനെ ഇങ്ങനെ തന്നെ ആ ബെഞ്ചിലിരിക്കുന്ന കണ്ടിട്ട് വീഴില്ലേ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം ഞാനിവിടെ സ്റ്റെപ്പിലില്ലേ അങ്ങനെ അവൻ ഇരുത്തിയേക്കുന്ന കണ്ടിട്ട് വീഡിയോയിലൊക്കെ എല്ലാവരും കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ, കുഞ്ഞിനെ അങ്ങനെ ഇരുത്തരുത്, വീഴും എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞിന് വീഴില്ല കേട്ടോ. അതെൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. നിങ്ങളാരും പേടിക്കേണ്ട, അവൻ വീഴില്ല. അവനെ നമ്മളിങ്ങനെ വീഴുമെന്ന് വിചാരിച്ചിങ്ങനെ താങ്ങി പിടിച്ചിരുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെക്കൂട്ടനെ എന്താ പറയുക,
താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ തളർച്ച കൂടുതലാന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പാട്ടോ നമ്മുടെ കുഞ്ഞിനുകുട്ടൻ. ഇപ്പോൾ തമ്പുരാണേലും അവൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് വളഞ്ഞു കൂടി മടി കയറി കിടക്കും. പക്ഷേ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അവിടെ ഇരുന്നോളൂ. ഇപ്പോൾ നോക്കി നമ്മുടെ കുഞ്ഞിനുകുട്ടനെ കണ്ടാൽ ആരെങ്കിലും പറയുമോ കുഞ്ഞിനുകുട്ടൻ നടക്കില്ല എന്നൊക്കെ. എന്നെ സൂപ്പറായിട്ട് നമ്മുടെ കൊച്ചിരിക്കുന്നതെന്ന് നോക്കി. എനിക്കിതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇങ്ങനെ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ അവൻ ഇതുപോലെ സ്മാർട്ടായിട്ടിരിക്കണം കാണുന്നത്. ഞാൻ ഈ പോയ സ്ഥലം എവിടെയാണ് നിങ്ങളോട് പറയാൻ വിട്ടു കേട്ടോ. ഇത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. നല്ല രസമാണ്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും ഇത് എടുത്തിട്ടുണ്ട്. ഇത് തുടങ്ങിയ സമയത്ത് നമ്മളിവിടെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ പോയിട്ടില്ല, ഒറ്റ വട്ടമേ പോയിട്ടുള്ളൂ. അവിടെ ഇങ്ങനെ ഊഞ്ഞാല കാര്യങ്ങളൊക്കെ അന്ന് ഇങ്ങനെ പിടിപ്പിച്ച് വരുന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവിടെ എല്ലാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്നോട് കുഞ്ഞിനുകുട്ടൻ്റെ അച്ഛൻ ചോദിച്ചു നമുക്ക് പുറത്തിരുന്നിട്ട് പോയാൽ പോരെ, അകത്തേക്ക് പോകണോ, കാരണം എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെങ്കിലും വന്നതല്ലേ പോവാം, എനിക്ക് കുഞ്ഞിനുകുട്ടനെ അകത്ത് കയറ്റണം, ഊഞ്ഞാല അടിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ എനിക്ക് ചെടിപ്രാന്ത് ഉണ്ടായിരുന്ന സമയത്ത് ഈ പൂക്കൾ കാണാനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ചെടിപ്രാന്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള ചെടികളൊക്കെ പോയി, കൊണ്ടുവച്ചതെല്ലാം തന്നെ പോയപ്പോൾ എനിക്ക് ഇപ്പം അതിനോടുള്ള ആ ഒരു ആക്രാന്തം കുറഞ്ഞു കേട്ടോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്കിങ്ങനെ ചെടി കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കണം എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞു. പിന്നെ നമ്മുടെ പുതിയ വീട്ടിൽ പിടിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എന്നും പൂവുണ്ടാവുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് നോക്കി വെക്കാം എന്നുകൂടി മനസ്സിലുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ സെയിലൊന്നുമില്ല, ഇങ്ങനെ പിടിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ ഭംഗിയായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ നിറയെ പൂവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം തന്നെ ഇങ്ങനെ വാടിയൊക്കെ നിൽക്കുമായിരുന്നു. ഈ നല്ല ചൂടല്ലേ, ഇവിടെയാണെങ്കിൽ ഒരുമാതിരി കത്തിപ്പിടിക്കണ ചൂടാട്ടോ. നാട്ടിൻ പുറത്ത് പോലെ തന്നെ രാവിലെ തണുപ്പ്, പിന്നെ ഒരുമാതിരി തീ കത്തണ മാതിരിയുള്ള വെയിലും. പുറത്തിറങ്ങി നിന്നാൽ നമുക്ക് തല കറക്കം വരും കേട്ടോ, അതുമാതിരി വെയിലാണ്. പക്ഷേ ഈ സമയമായപ്പോഴത്തേനും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഊഞ്ഞാൽ എവിടെയാണെന്നൊക്കെ പറഞ്ഞ് തപ്പി പോവുമായിരുന്നു. പക്ഷേ എൻ്റെ ടെൻഷൻ മുഴുവൻ അവനെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് പോരുന്ന കാര്യമായിരുന്നു കേട്ടോ. കാരണം തിരിച്ചിങ്ങോട്ടൊരു കുന്ന് കയറി വരണം. അവനെ ഇങ്ങനെ കുന്ന് കയറി വരുന്ന കാര്യം ഓർക്കുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ ഊഞ്ഞാൽ നോക്കിയപ്പോൾ അങ്ങ് താഴത്തേക്ക് ഇതിങ്ങനെ ഹെയർ പിൻ വളവ് പോലെ തിരിഞ്ഞ് പോയേക്കുന്ന റോഡാണ്. അപ്പോൾ താഴെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തമ്പുരും അക്കും കൂടി പറഞ്ഞിട്ട് അവർ നോക്കാൻ പോയി. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ അവിടെ നിന്നു കേട്ടോ. കാരണം എനിക്ക് താഴേന്ന് എടുത്തിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന കാര്യമല്ല. കുഞ്ഞിനുകുട്ടൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി എടുത്തെന്നാലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമേ. അത് കാരണം പിന്നെ ഞാൻ ഓർത്തു എന്നാൽ ഊഞ്ഞാലിവിടെ അടുത്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ ആവോ എന്നൊക്കെ വിചാരിച്ചിട്ടേ തപ്പി നോക്കിയതാണ്. എന്താണെങ്കിലും ഭാഗ്യത്തിന് നമുക്കവിടെ കിട്ടി. ഊഞ്ഞാലൊക്കെ ഉള്ള സ്ഥലം തമ്മിൽ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടേ ഓരോ കാര്യങ്ങളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. നല്ല രസമാട്ടോ. അപ്പോൾ നിറയെ ആളുകളുണ്ടായിരുന്നു. കൂടുതലും ഇങ്ങനെ തമിഴ്ക്കാരായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്തവണ ചെന്നപ്പോഴേ മലയാളീസിനെ അങ്ങനെ അധികം കണ്ടില്ല. എല്ലാം പുറത്തുനിന്ന് വന്നവരൊക്കെ തന്നെ കേട്ടോ. മൂന്നാറിലുള്ളവർ തന്നെയല്ല, എല്ലാം പുറത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകളാണ്. നിറയെ ബസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഇങ്ങനെ തമിഴ് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. മലയാളീസും ഉണ്ടായിരുന്നു. പിന്നെ താഴേന്ന് എടുത്തിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എടുക്കൽ മാത്രം പാടല്ല കേട്ടോ. എന്നാണെന്നറിയാവോ, അവനെ ഊഞ്ഞാലയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണേലും കരയുമെന്ന് എനിക്കറിയാം. കരയുക മാത്രമല്ല ഭയങ്കരമായിട്ട് വാശി പിടിക്കും. നമുക്കവനെ എടുത്തിങ്ങനെ മേള് വരെയും വണ്ടിയിൽ എത്തുന്നവരെ അവൻ കരയും, നമ്മളെ അടിക്കും ഇടിക്കും, ചിലപ്പോൾ മാന്തും. അവൻ എന്താണോ തോന്നി അതെല്ലാം അവൻ ചെയ്യും കേട്ടോ. അതെനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടാകും. കാരണം അവൻ ആ വണ്ടിയുടെ അടുത്തേക്കുള്ള ദൂരം അത്രയും കുറഞ്ഞിരുന്നാൽ നമുക്ക് അത്രയും അധികം കുറച്ച് അവൻ്റെ പീഡനങ്ങൾ സഹിച്ചാൽ മതി. പിന്നെ കുഞ്ഞിനുകുട്ടനെ അത്രയും കുറച്ച് വാശി പിടിപ്പിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ. പക്ഷേ എന്താണെങ്കിലും കിട്ടി. പക്ഷേ ഇത് ബൈക്ക് സപ്പോർട്ടില്ലാത്ത ഊഞ്ഞാലായിരുന്നേ. എന്നാണേലും ഞാൻ അവനെ കയറ്റിയിരുത്തും, എങ്ങനെയാണേലും അവനെ ഞാൻ ആടിക്കും. കാരണം ഇവനിതൊക്കെ പറ്റുമെന്നേ. കുഞ്ഞിനുകുട്ടനെ എല്ലാ കാര്യങ്ങളും പറ്റും. കാരണം നോക്കിക്കേ, ബാക്കിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് ആ ഊഞ്ഞാലിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കുന്നതെന്നല്ലേ ഉള്ളൂ. അവൻ തന്നെയാണ് ആ ഊഞ്ഞാലെ കൈ പിടിച്ചേക്കുന്നത്. കാല് കുത്തി ആടാനും അവൻ അറിയാട്ടോ. അവൻ ഇവിടുത്തെ ഊഞ്ഞാലിൽ നന്നായിട്ട് കാല് കുത്തി ആടും. പക്ഷേ അതിലവൻ അത്രയും അങ്ങനെ വെച്ചാൽ ശീലമില്ലല്ലോ. അത് കാരണം പിന്നെ ഞാൻ ആട്ടി കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, ഞങ്ങൾ വീട് പണിയുമ്പോൾ ഇങ്ങനത്തെ അല്ല കേട്ടോ, ഇങ്ങനെ വേറെ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി വരുന്ന ഒരു ടൈപ്പ് ഊഞ്ഞാലുണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഊഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ട്. കാരണം ഊഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. തന്നെയല്ല ഇവർക്ക് നല്ലതാട്ടോ, ഇവരുടെ ബ്രെയിനിന് നല്ലതാണ് ഇങ്ങനെ ഊഞ്ഞാലാടുന്നത്. ഈ ഒക്കുപേഷൻ തെറാപ്പിക്കൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും അത്. ഇവർക്ക് അവിടെ തന്നെയുണ്ട്, ഈ ഒക്കുപേഷൻ തെറാപ്പി സെൻറ്ററിൽ തന്നെയുണ്ട് ഇവർക്ക്
ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ആട്ടുന്നുണ്ട്. അതായത് അവരുടെ ആ ബ്രെയിനിനെ ഒരു എന്താ പറയുക, ഒരു അനക്കം വരുത്താൻ വേണ്ടിയിട്ട് അവർ നമുക്ക് പറഞ്ഞൊക്കെ തരാറുണ്ട്, ഇങ്ങനെ ആടിക്കണം എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞിനെക്കുട്ടന് എന്താണെങ്കിലും ഈ ഊഞ്ഞാലാട്ടം വീട്ടിലും പതിവുള്ളതാണല്ലോ. അവനിപ്പോൾ നമ്മൾ വീട്ടിൽ ആട്ടാനൊന്നും നിൽക്കണ്ട, അവൻ നന്നായിട്ട് കാല് കുത്തി ശരിക്കും ബായ്ക്കോട്ട് ഇങ്ങനെ ഊഞ്ഞാൽ കൊണ്ട് നിർത്തിയിട്ടേ, സാധാരണ ഇവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ആടുന്ന പോലെ തന്നെ ഊഞ്ഞാൽ ഇങ്ങനെ ബായ്ക്കോട്ട് പോയിട്ട് കാലങ്ങ് കുത്തി നിന്നിട്ട് ഊഞ്ഞാലാടിപ്പോവും കേട്ടോ. അപ്പോൾ അതൊക്കെ അവന് നന്നായിട്ട് അറിയാം. കാരണം ഏതോ ഒരു വീഡിയോയിൽ ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെക്കുട്ടനാണെങ്കിൽ കാല് കുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു ഇവന് ഊഞ്ഞാലാടുന്നൊരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ അത് പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ പറയുക, നന്നായിട്ട് കാല് കുത്തി ഊഞ്ഞാലാടുന്നതാണേ. നമുക്കും കൂടി കയറിയിരിക്കാൻ പറ്റുന്ന ഊഞ്ഞാലൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അമ്മ, പ്രായമുള്ളൊരു അമ്മ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ എഴുന്നേറ്റ് പോകുമ്പം നമുക്ക് അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം ഇവിടെ എത്തി ആട്ടാം. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെക്കുട്ടനെ ഊഞ്ഞാലാട്ടാൻ വേണ്ടി മാത്രമാണ് ഈ പാർക്കിൽ വന്നത്. അവനിങ്ങനെ ആളുകളെ കാണും, അവനെന്താ പറയുക, അവനിതെല്ലാം എക്സ്പ്ലോർ ചെയ്യുമല്ലേ, അവൻ്റെ ഓരോരോ അനുഭവങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അമ്മ എഴുന്നേറ്റ് പോയപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി, ഞാനും അക്കും കുഞ്ഞിനെക്കുട്ടനും കൂടി ഓടിപ്പോയി അവിടെ പോയി സ്ഥാനം പിടിച്ചു, കുഞ്ഞിപ്പെണ്ണിനെ മേടിച്ചു കേട്ടോ. പക്ഷേ ഞാൻ അത്രയും വെയിറ്റുള്ള ആൾ അതിൽ കയറി ഇരുന്നാൽ പിള്ളേർ കാലുകുത്തി ആടൂലല്ലോ. അപ്പോൾ അക്കൂട്ടനാണെങ്കിൽ പറഞ്ഞു ഞാൻ ആട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി ഊഞ്ഞാലാട്ടുമൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ അതിനൊരു അനക്കമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞിനെക്കുട്ടൻ അങ്ങനെ അനങ്ങാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയൊന്നുമില്ല കേട്ടോ. എൻ്റെ മുഖമൊക്കെ വലിയൊരു സന്തോഷമില്ലാണ്ടല്ലേ ഇരിക്കണേ. പിന്നെ കുഞ്ഞിനെക്കുട്ടൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ ഊഞ്ഞാൽ സ്പീഡിലാട്ടി തരാൻ പറഞ്ഞിട്ട് ഊഞ്ഞാൽ സ്പീഡിലാട്ടി തരും. ഇടയ്ക്ക് അക്കു എഴുന്നേറ്റ് പോയി ഊഞ്ഞാലാട്ടും. അങ്ങനെയൊക്കെ നമ്മൾ ഊഞ്ഞാലാടി രസിച്ചൊക്കെ അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീട് പണിയുടെ കാര്യങ്ങൾ പറയണമെന്ന് നിങ്ങളുടെ അടുത്ത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ പോയി വീട് പണിയുടെ കാര്യങ്ങളൊക്കെ എടുത്ത് അതിനെക്കുറിച്ച് പറയണമെന്നൊക്കെ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ഒരു വലിയൊരു സന്തോഷ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആ സന്തോഷം എല്ലാം എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇപ്പം വീട് പണി ഭയങ്കര ലാഗിങ് ആണെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് തീരുമല്ലോ. ഒരു കാലത്തൊന്നല്ല, ഇനിയിപ്പോൾ അധികം താമസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ, യാതനകളുടെ ഒക്കെ ബലമായിട്ടാണ് നമ്മുടെ ആ വീട് അവിടെ ഉയർന്നത്. അപ്പോൾ നിങ്ങൾ എനിക്കതൊന്ന് കാണിച്ചു തന്നെന്ന് ചുമ്മാ അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല കേട്ടോ. ചെന്നപ്പോഴത്തേനും സന്ധ്യയായിരുന്നു. കാരണം അവനെ പരമാവധി സന്തോഷിപ്പിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ഊഞ്ഞാലിലൊക്കെ ഇരിക്കുന്നതാണ് അവന് ഏറ്റവും സന്തോഷം. അപ്പോൾ അത് ഞങ്ങൾ കുറേ സമയം ഇരുന്നു. പിന്നെ വണ്ടികളൊക്കെ പോയിട്ട് അവന് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് വന്നപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെയും കുഞ്ഞിനെക്കുട്ടൻ്റെയും മാത്രം ഫോട്ടോ എടുത്തു. തമ്പുരുവിനോട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ സമയത്തുള്ള കുഞ്ഞിനെക്കുട്ടൻ്റെ ഉണ്ടായിരുന്നു, തമ്പുരുവിൻ്റെ ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിൻ്റെ മാത്രം അങ്ങനെ ഒരു ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിലത് സെറ്റാവില്ല. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, ഷോർട്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഞ്ഞിനെക്കുട്ടൻ്റെ ഫോട്ടോയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പോസ്റ്റായിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടാവേ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത് നല്ല അലമ്പിൻ്റെ സമയമാണ്. കരഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. കുഞ്ഞിനെക്കുട്ടൻ്റെ അച്ഛനെ ഇങ്ങനെ ഇവൻ കരഞ്ഞ് വിളിക്കുമ്പോൾ മാനേജ് ചെയ്യാൻ തീരെ അറിയില്ല. അവൻ ആളെ മാന്തി പറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല സൂപ്പറായിട്ട് നോക്കാൻ അറിയാലോ. അതുകൊണ്ട് ഞാൻ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ തന്നെ അങ്ങ് മാനേജ് ചെയ്തു പോകും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടേ, ഒരു കുഞ്ഞു പെട്ടിക്കടയിൽ നിന്ന് കാപ്പി കുടിക്കാൻ ഇറങ്ങിയതാണേ. നല്ല സൂപ്പർ കാപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ അവിടെ തേയിലത്തോട്ടം കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ എത്ര തവണ ഈ മൂന്നാർ വന്നെന്ന് എനിക്കിപ്പോൾ അറിയത്ത് പോലുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എത്ര തവണ വന്നാലും ഞാൻ മടുക്കൂല. തമ്പുരുവിനോട് പറയും ഞാൻ, തമ്പുരു നമ്മളിപ്പോൾ എവിടെ പോയിരുന്നാലും നമുക്ക് ആസ്വദിക്കാം, മനസ്സിൻ്റെ ആസ്വദിക്കാം. അല്ലാതെ ഇപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ ചെന്നാലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അല്ലേ ആസ്വാദനം. നമ്മുടെ മനസ്സിന് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിപ്പോൾ എവിടെ ചെന്നാലും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എവിടെ നിന്നാലും നമ്മുടെ മനസ്സ് നന്നായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ആസ്വദിക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ എന്താ പറയുക, പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ ജനൽ വഴി പുറത്തേക്ക് നോക്കിയിട്ടോ. അതെന്നാന്ന് വെച്ചാലേ, നമ്മുടെ ഇവിടെ കുഞ്ഞിനെക്കുട്ടൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന ബാങ്കിലില്ലേ, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ വീട് നമ്മുടെ ഇവിടെ തന്നെയാണ്, നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെയാണ്. അപ്പോൾ എന്നോട് കുഞ്ഞിനെക്കുട്ടൻ്റെ അച്ഛൻ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്നെ എടുക്കുക, കഥയൊക്കെ അടച്ച് പൂട്ടിട്ടിരുന്നോട്ട്, ഇവിടെ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. കാരണം അവരിന്നലെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്തെ ജനലിങ്ങനെ ഹൈറ്റിലായിരുന്നേന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ
കള്ളന്മാർ വന്നിട്ടേ കല്ലെടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരുടെ കഴുത്തേ കിടന്ന് മാല പിടിച്ച് വലിച്ച് പൊട്ടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര പേടിയാട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് കള്ളന്മാരെ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കുഞ്ഞിനുകുട്ടനാണെങ്കിൽ സ്റ്റെപ്പിലിങ്ങനെ കാലിട്ടിരിക്കുന്ന ഏതോ ഒരു വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെ അങ്ങനെ ഇരുത്തരുത്, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കത് കേട്ടപ്പോൾ മുതലുണ്ടാവണ ടെൻഷൻ, ശരിക്കും പറഞ്ഞ് നമ്മുടെ അടുക്കള വാതിൽ കഴിഞ്ഞിട്ടാണ് അവനിരിക്കുന്ന സ്ഥലമേ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റും നമ്മുടെ മുമ്പിൽ കൂടെ എല്ലാവരും കടന്നു പോകണേ. പക്ഷെ ഞാൻ നിങ്ങളത് പറഞ്ഞപ്പോൾ തൊട്ടാണ് ആലോചിക്കുന്നത്, എൻ്റെ ഈശ്വര അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്താ പറയുക, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം എനിക്ക് കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി കേട്ടോ. അപ്പം ഞങ്ങളിവിടെ മൊത്തത്തിൽ ഇങ്ങനെ അടച്ച് പൂട്ടി കെട്ടി ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഞാൻ പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല ഇതുവരെ. തമ്പുരു വന്നിട്ട് വേണം ഇനി കഥയൊക്കെ തുറന്നൊന്ന് ഇറങ്ങാൻ. ശരിക്കും പറഞ്ഞാൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ധൈര്യമാണ്. അപ്പം തമ്പുരുവിന് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്, കള്ളന്മാരെയും പേടിയാണ്, കാട്ടുമൃഗങ്ങളെയും പേടിയാണ്. ഇവിടെ കാട്ടുമൃഗങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ്. ന്യൂസിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ ഈശ്വര ഇങ്ങനെ കടുവ കൊന്നു അല്ലെ ആന കൊന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ എത്ര വേദന അനുഭവിച്ചായിരിക്കും അവർ മരിക്കുന്നതല്ലേ. അപ്പം എനിക്ക് ഈ 2 സംഭവങ്ങളും ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പരിക്കാത്തിരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. പുറത്തിറങ്ങിയിട്ടേ ഇല്ല, കഥ എല്ലാം ക്ലോസ് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ കൊച്ചിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നൊക്കെ. അതുകൂടി കേട്ടപ്പോഴത്തേനും എനിക്ക് പൂർത്തിയായി. ഇതിന് ശേഷം ഞാൻ അവനെ ആ ഗ്രില്ലടയ്ക്കാതെ അവിടെ അങ്ങനെ ഇരുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ മുറ്റത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരുത്തും, അല്ലെങ്കിൽ ആ ഗ്രില്ലടച്ചിട്ട് തന്നെ ഇരിക്കും. പക്ഷെ അതവന് ഭയങ്കര വാശിയാണ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വീട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കാരണം അത് തറവാടിൻ്റെ തൊട്ടടുത്തല്ലേ, പിന്നെ അത് ഫുള്ളും നിറയെ ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഇതങ്ങനെയല്ല. എന്താ പറയുക, വീഡിയോ വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അല്ലേ. കുഴപ്പമില്ല, എന്നാലും എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. മുളക് പൊടിയൊക്കെ എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ കേട്ടിട്ട് അങ്ങനെ ആരെങ്കിലും വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ വരുന്നവരും നിരാശരായി തിരിച്ചു പോകേണ്ടി വരും. ഇവിടെയൊന്നും ഒരു സ്വർണത്തിൻ്റെ തരിമ്പ് പോലുമില്ല, അത് മുഴുവൻ നമ്മുടെ വീടായിട്ട് അവിടെ ഉയർന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും വീഡിയോയിലൊന്നും ആരും പറയാൻ പാടില്ലല്ലേ. ഞാനിങ്ങനെ കുറേ അവയർനെസ് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള. ഞാനിതുവരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിനുകുട്ടിൻ്റെ പ്രിയപ്പെട്ടവർ മാത്രമല്ലേ നമ്മുടെ വീഡിയോസൊക്കെ കാണലുള്ളൂ അല്ലേ. പിന്നെ വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മുടെ കുഞ്ഞിനുകുട്ടിൻ്റെ അച്ഛൻ, തൊട്ടടുത്ത് തന്നെ കേട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യമുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇനി പോകാനാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.